നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രസക്തി ഞങ്ങൾ കാണുന്നത്. കുന്നത്തനാട് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിൽ എല്ലാവർക്കും 2020 ഓർമ്മ വരുന്നുണ്ട്, സാബു ജേക്കബിന് ഓർമ്മ വരുന്നുണ്ട്, സാബു ജേക്കബിൻ്റെ പോരാട്ടം ഓർമ്മ വരുന്നുണ്ട്, അവിടുത്തെ പഞ്ചായത്തുകളിലെ വികസനം ഓർമ്മ വരുന്നുണ്ട്. വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് വോട്ട് നേടുന്ന നരേന്ദ്രമോദിയും സാബു ജേക്കബും തമ്മിൽ കൈകോർത്തത് മുതൽക്കാണ് ഒരു വലിയ മാറ്റത്തിന് കേരളം, എറണാകുളം ഭാഗവും തൃശ്ശൂർ വരെയുള്ള ഭാഗങ്ങൾ, അവിടെ അങ്ങനെ കുറച്ച് മേഖലയിൽ വലിയ പോരാട്ടം, രാഷ്ട്രീയമായ പോരാട്ടം കടുപ്പം ഏറുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുന്നത്തനാടിൽ ഞങ്ങളെത്തുന്നത്. 2016-ലെയും 2021-ലെയും കണക്കുകൾ ഞങ്ങൾ വിശദമായി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. കുന്നത്തനാടിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും പഴയ, നമുക്ക് ഓർമ്മയുണ്ട്, പഴയ ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ പഴയ TH മുസ്തഫയെ ഓർമ്മ വരും. വളരെ രൂപം കൊണ്ടും ഒക്കെ ഒരു കർക്കശക്കാരനായിരുന്ന കോൺഗ്രസ്സുകാരനും, അതായത് ഒന്നിനും മടിയില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ. അത് സാധാരണ ഒരു കോൺഗ്രസ്സിലെ ഖദറൊക്കെ നടക്കുമെങ്കിലും ഏത് സമയത്തും ഖദർ ഊരി വെച്ചിട്ട് ഒരുങ്ങുന്ന സ്വഭാവ പ്രകൃതമുണ്ടായിരുന്ന TH മുസ്തഫ അവിടെ നിന്നായിരുന്നു. അങ്ങനെ ഈ കുന്നത്തനാട് മണ്ഡലത്തിൻ്റെ നാൾവഴികളൂടി കടന്നു വരുമ്പോൾ എത്തി നിൽക്കുന്നത് 2016-ൽ VP സജീന്ദ്രൻ അവിടെ നിന്ന് UDF-നെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് വിജയിപ്പിക്കുന്നു. CPM 2ാം സ്ഥാനത്ത് വരുന്നു, BDJS 3ാം സ്ഥാനത്ത്. വോട്ടിൻ്റെ കണക്കൂടി ഞാൻ പറയാം. VP സജീന്ദ്രൻ അന്ന് ജയിച്ചത് UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത് കേവലം 3000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. 2679 വോട്ട് എക്സാക്റ്റ് ആയിട്ട്. അന്ന് തുറവൂർ സുരേഷ് എന്ന് പറയുന്ന BDJS-ന്റെ സ്ഥാനാർത്ഥിക്ക് 16,000-ൽ പേര് വോട്ടുകൾ ലഭിച്ചു. 2ാം സ്ഥാനത്ത് വന്ന CPM-ന് 62,000 വോട്ട് ലഭിച്ചു. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇവിടുത്തെ ഇക്കുറിയുള്ള പ്രശ്നമെന്ന് പറയുന്നത് PV ശ്രീനിജൻ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ VP സജീന്ദ്രൻ UDF-നെ കാൻഡിഡേറ്റ് വീണ്ടും മത്സരിക്കുന്നു. 3ാമത്തെ സ്ഥാനാർത്ഥിയാണ് കുന്നത്തനാടിൻ്റെ ലേക്ക് ശ്രദ്ധ ആകർഷിക്കാനുള്ള. ആദ്യം പറയുമ്പോൾ കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അടൂരിലെ കോൺഗ്രസ്സുകാരനായിരുന്ന സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന ബാബു ദിവാകരൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ, ഏതാണ്ട് നമുക്ക് നാട്ടികയിലെ CC മൂന്നിനുമായി ചേർത്ത് വയ്ക്കാവുന്ന, ഒന്നും സംഭവിച്ചില്ല, പാവപ്പെട്ടവൻ കോൺഗ്രസിൽ നിന്നൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചപ്പോൾ അയാളുടെ കുറ്റമെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പാവപ്പെട്ടവൻ ഒതുക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് പാർട്ടിക്ക് പ്രയോജനമില്ല എന്നവർ ചിന്തിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. സീറ്റൊക്കെ കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു അദ്ദേഹം. ഇപ്പോഴും സാധാരണ കുടുംബത്തിൽ, സാധാരണ വീട്ടിൽ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റക്കുടിലിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, അദ്ദേഹം കുന്നത്തനാട്ടിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും ഇത് ഒരു SC കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ നമുക്ക് കഴിഞ്ഞ ഒരു മണ്ഡലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ സംവരണക്കാരോട് ഇപ്പോഴും ഒരു പ്രത്യേക വിഭാഗം ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത് എന്നുള്ളത്. അതാണ് ഇവരെ ഇങ്ങോട്ട് വോട്ടിക്കുക എന്ന് പറയുന്നത്. നിലയില്ലാ കാര്യത്തിലാവുകയാണ്. ഞാൻ കുടുംബം വേണ്ട, ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, നാട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്നു, ഒന്നും സമ്പാദിക്കുന്നില്ല, അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം ഞാൻ വിശ്വസിച്ച പാർട്ടിയും കൂടി വേണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോകും? അങ്ങനെ ഒരു ഒരു ആഴക്കടലിലേക്ക് എടുത്തെറിയപ്പെട്ട ഈ മനുഷ്യനെ അവിടെയും നാട്ടികയിലെ CC മൂന്നിന് സഹായമായി വന്നതുപോലെ ഇവിടെ മറ്റൊരു സഹായം കുന്നത്തനാട്ടിലേക്ക് വളരെ സ്വപ്രയത്നം കൊണ്ടും കുടുംബപരമായ ഒരു പശ്ചാത്തലം കൊണ്ടും വലിയ പോരാട്ട വീര്യം കൊണ്ടും CPM പ്രസ്ഥാനത്തിനോട് പടവെട്ടിക്കൊണ്ടും തൻ്റെ വ്യവസായ സാമ്രാജ്യവും ധനവും നാൾക്കുനാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന, യശസ്സും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2020-ലെ സാബു. അപ്പോൾ അത് നോക്കിക്കൊള്ളുക, ഇങ്ങനെ ഈ ധനാഠ്യരെയൊക്കെ വികസിച്ചിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചീർത്ത് പെരുകുന്നത്. എന്നിട്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ കോൺഗ്രസും. അപ്പോൾ അവിടെ അവർക്ക് വീണ്ടും ഈ ധനാഠ്യർ അഭയം കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ കുന്നത്തനാടിൽ കാണുന്നത്. അദ്ദേഹം നമ്മുടെ ബാബു ദിവാകരന് അവിടെ സീറ്റ് കൊടുക്കുകയാണ് കുന്നത്തനാടിൽ. അതോടുകൂടി സംഭവങ്ങളെല്ലാം മറിയുന്നു. രണ്ടു തരം വിരുദ്ധ വികാരങ്ങളാണ് കുന്നത്തനാടിനെ ഭരിക്കുന്നത്. ഒന്ന്, സ്വാഭാവികമായും നമ്മളെല്ലാം ഇപ്പോൾ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്, സ്വന്തം നിലയിൽ തന്നെ ഭരണവിരുദ്ധ വികാരത്തിലും വലിയ വിരുദ്ധ വികാരം
അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA നേടിയെടുത്ത് കൂട്ടത്തിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ വരുന്നത്. 2016 BP സാഹിത്യം ജയിക്കുന്നു, ഞാൻ കണക്കിൽ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു. ഇനി PV ശ്രീനിധൻ ആ മണ്ഡലം LDF വേണ്ടി തിരിച്ചു പിടിക്കുന്ന സമയം, CPM വേണ്ടി തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അറിയാം. PV ശ്രീനിധനെ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ജസ്റ്റിസായിരുന്ന ബാലകൃഷ്ണൻ അവരുടെ മരുമകനാണ്. അപ്പോൾ അദ്ദേഹം ഏറെ വിവാദങ്ങൾ സാബു ജേക്കബുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിന് CPM തന്നെ കുട പിടിച്ചു, CPM തന്നെ മുന്നിൽ നിന്നു. ശ്രീധരൻ ഒറ്റയ്ക്ക് ചെന്ന ആളെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. CPM പ്രസ്ഥാനം ഒരുപാട് സാബു ജേക്കബിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഒടുവിലാണ് അദ്ദേഹം കേരളം വിട്ടു പോകുന്നത്. എന്നിട്ട് തടഞ്ഞൊന്നും പോയില്ല, വീണ്ടും വരുന്നു, വീണ്ടും വിപുലമായി സാമ്രാജ്യം കെട്ടി ഉയർത്തുന്നു. പെട്ടെന്ന് BJPയുമായി ഒത്തു പോകാം, വികസനമാണല്ലോ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. ആ വികസനം അജണ്ടയാക്കി കാണുന്ന ഒരു ദേശീയ പ്രസ്ഥാനവുമായി എപ്പോഴും നമ്മൾ ഒത്തുചേർന്ന് പോകാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു, ഒത്തുചേർന്ന് പോകുന്നു, അലയൻസ് ഉണ്ടാകുന്നു. BJPയുടെ അലയൻസ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്, സാഹചര്യങ്ങൾ മാറി വരികയാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രമാണങ്ങളും മാറ്റിവെക്കുന്ന ഒരു ഘട്ടം, നമ്മുടെ അതിജീവനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം വരുമ്പോഴാണ്. നമ്മുടെ അതിജീവനത്തെ, മനുഷ്യന് ജീവിക്കണ്ടേ ഇവിടെ? പൈസ ഉണ്ടായതൊരു കുറ്റമാണോ? പൈസ ഇല്ലാത്തതൊരു കുറ്റമാണോ? എനിക്ക് അതിജീവിച്ചാൽ മതിയാവും. എൻ്റെ അതിജീവനത്തെ എന്നോടൊപ്പം ഇന്നലെ വരെ നിന്ന ആൾക്കാരാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ അന്ന് വരെ ഞാൻ പട്ടിണി കിടന്ന് ചാവാമെന്ന് ഞാൻ വിചാരിക്കൂ? അല്ലെ അവൻ്റെ അടി കൊണ്ട് ചാവാമെന്ന് വിചാരിക്കൂ? ഇല്ല, ഞാൻ ഉടൻ തന്നെ മറ്റൊരു ഷെൽട്ടറിലേക്ക് ഞാൻ ഒതുങ്ങും. അങ്ങനെയാണ് ബാബു ദിവാകരനും CC മൂന്നനെ പോലെ തന്നെ NDA മുന്നണിയിലേക്ക് കയറി വരുന്നത്. അവിടെയാണ് നമുക്ക് വോട്ട് നോക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ കുന്നത്തനാട്ടിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ പതിയുന്നത്. 2021 കണക്കുകളിലേക്ക് വരാം. PV ശ്രീധരൻ ജയിക്കുന്നത് 2715 വോട്ടുകൾക്കാണ്. ഏതാണ്ട് 2000 ഈ റേഞ്ചിലാണ് 2 തവണയും അവിടെ UDF ജയിച്ചാലും LDF ജയിച്ചാലും വന്നിരിക്കുന്നത്. VP സജീന്ദ്രൻ അവിടെ 2016 മത്സരിച്ച് വിജയിച്ച UDF അദ്ദേഹം ഇവിടെ 2021 2ാം സ്ഥാനത്തേക്ക് മാറ്റിടുന്നു. ഭൂരിപക്ഷം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടുന്നത് തന്നെ ഇത്തവണ ശ്രീനിധന് കിട്ടുന്നു. അവിടെ സിന്ധുപോൾ ജേക്കബ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കാണ് 3ാം സ്ഥാനത്തേക്ക് വരുന്നത്. KEC എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവർ 3ാം സ്ഥാനത്തേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വീണ്ടും 2021 കണക്കുകളിലേക്ക് വരിക. ആ കണക്കാണ് ഞങ്ങളെ വാസ്തവത്തിൽ ഈ കുന്നത്ത് നാട്ടിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. അത് സവിശേഷ സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. PV ശ്രീധരൻ ജയിക്കുമ്പോൾ 2715 വോട്ടുകൾ. നേരത്തെ കഴിഞ്ഞ വർഷം മറ്റേ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്ന അതേ ഭൂരിപക്ഷം. VP സജീന്ദ്രൻ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. 3ാം സ്ഥാനത്ത് ഡോക്ടർ സുജിത് P സുരേന്ദ്രൻ 2020 പാർട്ടിയുടെ, അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 42,000 വോട്ടാണ്. 2020 ഇത്രയൊക്കെ പോരടിച്ച് CPM പോലൊരു പ്രസ്ഥാനത്തോട് പോരടിച്ച് 42,000 വോട്ടുകൾ അവിടെ നേടുന്നു. അവിടെ BJPക്ക് ഒരു 8,000-ഓളം വോട്ട് അവിടെ ഉണ്ട് അവിടെ. അപ്പോൾ അതായത് 42 വോട്ടും ഓൾറെഡി 50 കഴിഞ്ഞു. ഇക്കുറി കുന്നത്ത് നാടിൻ്റെ വികസനം മാത്രമല്ല, പല മണ്ഡലങ്ങളിലും അവിടെ വികസനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ചില പ്രത്യേക ഏരിയകളിൽ മാത്രമല്ല, കേരളത്തിലുടനീളം പറയുന്നതിൽ അർത്ഥമില്ല, ചില പ്രത്യേക ഏരിയകളിൽ അതിൻ്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നതിൽ പ്രമുഖരായ ഒരാൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ മതവിഭാഗത്തിൽ നിന്നുള്ള സാബു എം ജേക്കബ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 50,000 വോട്ടുകൾ അവിടെ ആരുടെ കയ്യിലിപ്പോഴും ഉണ്ട്. 52,000 വോട്ടുകൾ ലഭിച്ചിരുന്ന, അല്ലെങ്കിൽ ആ റേഞ്ചിൽ 52-നും 55-ഓ 60-ഓ ഒക്കെ, അത് പേഴ്സൻറ്റേജ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച് പോൾഡ് വോട്ട്സിൻ്റെ കണക്കനുസരിച്ച് മാറും. അപ്പോൾ ഒരു 50-ലേറെ വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ വളരെ ക്രൂഷ്യലായി മാറും, വളരെ കടുപ്പമേറിയതാവും മത്സരം. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, തിരിച്ച് MLAക്കെതിരെയുള്ള വികാരവും കൂടെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് UDFന് കഴിഞ്ഞ ജയിച്ചിരുന്നൊരു സ്ഥാനാർത്ഥിയും കൂടിയാണല്ലോ, ഒരുപക്ഷെ അദ്ദേഹത്തിന് വന്നുകൂടായികയില്ല. അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ ഈ 50 എന്ന് പറയുന്ന വോട്ട് 2020 BJPയുടെ സഹായത്തോടു കൂടി അവർ നേടിയെടുത്ത് കഴിഞ്ഞാൽ അത് ലേശം ഉയർത്താൻ കഴിയുമോ ഇല്ലെന്നുള്ളത്. ആ ഉയർത്തുമ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ 5,000-ഓളം വോട്ടാണ് ഉയർത്തുന്നതെങ്കിൽ മറ്റ് 2 അതിന് പറഞ്ഞല്ലോ ഡബിൾ എൻട്രി എഫക്റ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വോട്ട് കൂടുകയാണോ എങ്കിൽ ആർക്കാണ് വിജയം എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ BJP വിജയിച്ച് കയറിയാലും സാബു ജേക്കബിൻ്റെ ഇന്നത്തെ ഒരു ഇടപെടൽ വഴി അതിൻ്റെ കൂട്ടത്തിൽ SIR പ്രകാരം ഒലിച്ചുപോയ വോട്ടുകൾ, അവിടെയും ഒരു തമാശ എതിർ വിഭാഗം പറയുന്നുണ്ട്, സാബു ജേക്കബിൻ്റെ റോഡ് ബംഗാളി തൊഴിലാളികളുണ്ടെന്നാണ്. അപ്പോൾ അത് കുറച്ച് 12,000 ബംഗാളി തൊഴിലാളി ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിൽ അത്തരത്തിൽ വലിയ ഒന്നും കാണില്ല. അവർക്ക് നിയമപരമായ രീതിയിൽ തന്നെ ഒരു വോട്ട് ചേർത്ത് വെച്ചാൽ അരിച്ചെടുത്ത് ഇന്ത്യയിൽ ജീവിച്ച ബംഗാളിയെ മാത്രം കൊണ്ടുവന്നാൽ മതിയല്ലോ, മറ്റു പ്രശ്നങ്ങളൊന്നും ഭാവിയിലും ഇല്ല.
അപ്പോൾ അങ്ങനെയൊക്കെ പണ്ട് ഈ പ്രശ്നം നടന്നപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊഴിലാളികളും പോലും വെറുതെ വിട്ടില്ല, സ്ഥാപനത്തെ മാത്രം വെറുതെ വിട്ടില്ല, പബ്ലിക്കിന് പിന്നെ പണിയിച്ചു കൊടുത്ത പിന്നെ ഷെൽട്ടറുകൾ വെറുതെ വിട്ടില്ല, അവിടെ ബസ് കയറി വരാൻ സമ്മതിച്ചില്ല, ബസ് നിർത്താൻ സമ്മതിച്ചില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ നമുക്കറിയാലോ, ഇപ്പോൾ 25 ലക്ഷം രൂപ അല്ല 15 ലക്ഷം രൂപ മുടക്കി കെട്ടിയ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ലക്ഷം രൂപയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെയാണ് ഒരുപാട് പിന്നെ വില കുറഞ്ഞ ഒരുപാട് മാർക്കറ്റിലേക്ക് പല സാധനങ്ങൾ വിട്ടുകൊണ്ട് പിന്നെ 2020 ആൾക്കാരുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ എന്താണ് പച്ചക്കറികളായാലും ശരി, പലവ്യഞ്ജനങ്ങളായാലും ശരി, മറ്റ് ഷർട്ടുകൾ, വസ്ത്രങ്ങളായാലും ശരി, ഇങ്ങനെയൊക്കെ പതിവിലും വലിയ വില കുറഞ്ഞ രീതിയിലേക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് സാധിക്കും. ഇത്രയൊക്കെ ഉള്ളൂ എന്ന്, ഇങ്ങനെ ഒരു ഭരണ സംവിധാനത്തിന് നിലനിൽക്കാൻ കഴിയുമെന്ന് രണ്ട് മുന്നണികളോടും പടവിട്ട് ജയിച്ചു വന്ന സാബു ജേക്കബിനോട് കുറച്ച് കൂടുതൽ അടുപ്പം ഇപ്പോൾ പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന സാബു ജോർജ്, പിന്നെ സ്വാഭാവികമായും ക്രിസ്തീയ മുന്നണിക്ക് ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കേന്ദ്രവുമായി നേരിട്ട് ചർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു സാബു ജേക്കബിനോട് ചേർന്ന് നിൽക്കാം എന്ന് കുന്നനാട്ടിലെ വോട്ടേഴ്സിന് ഒരു ചിന്ത ഉണർന്നാൽ, വിശേഷിച്ചും കോൺഗ്രസിൽ നിന്ന് ഈ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലും ഒക്കെ സീറ്റ് കിട്ടാതെയായി പോയി വന്ന ബാബു ദിവാറിന് സീറ്റ് കൊടുക്കുമ്പോൾ സാധാരണക്കാരനായുള്ള ഒരാളെ ചേർത്ത് നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒപ്പം നിൽക്കാൻ കുന്നത്ത് നാട്ടുകാർ ചിന്തിച്ചാൽ ചിത്രം മാറും. നിങ്ങൾ തന്നെ ചിന്തിക്കുക എങ്ങനെയായിരിക്കും അത് മാറുന്നത്. അപ്പോൾ സാധ്യതകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒന്നുകിൽ UDF സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം, BJP ജയിച്ച അട്ടിമറി വിജയം എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെയാണ് കുന്നത്ത് നാട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന BJP ഒരു 100 വർഷം അവർക്ക് ഈ 8000 വോട്ടിനെ 50,000 ആക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു തരണം. സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവർ വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവിടുത്തെ വോട്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് 9-ാം തീയതി വരെ, അല്ലെങ്കിൽ 9-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത റിസൾട്ട് വോട്ടെണ്ണുന്ന ദിവസം വരെ കാത്തിരിക്കുകയല്ലാതെ നിർവാഹമില്ല. ചങ്കിടിപ്പ് എന്തായാലും ഇടത് വലത് മുന്നണികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളമാണ് ചങ്കിടിച്ചിടിച്ചിടിച്ചിടിച്ച് അത് ഏതളവിൽ ചെന്ന് നിൽക്കുമെന്ന് വോട്ടെണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് കുന്നത്ത് നാടിന് നാളിതുവരെ ഇല്ലായിരുന്നൊരു പ്രാധാന്യം പെട്ടെന്ന് കൈവരുന്നതും ഞങ്ങൾ ആ മണ്ഡലത്തിലേക്ക് എത്തിയതും കാത്തിരുന്ന് കാണാം.